അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുമ്മ ജഅൽ കൈദഹും ഫീ നുഹൂരിഹിം വക്ഫിനാ ശുറൂറഹും. ഹസ്ബിയല്ലാഹു വകഫാ സമിയല്ലാഹു ലിമൻ ദആ ലൈസ വറാഅല്ലാഹി മുൻതഹാ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതലേ കച്ചവടം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. മഹാനവറുകൾ കച്ചവടത്തിന് പോയി മടങ്ങി വരുന്ന വഴിയിൽ വെച്ചാണ് വഫാത്താകുന്നത് എന്ന് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ താരീഖുകളിൽ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പ കച്ചവടക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ് കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ നബി തങ്ങൾക്ക് കച്ചവടത്തിൽ ഒരു പാരമ്പര്യമുണ്ട് എന്ന് മനസ്സിലാവും. ഏത് വിഷയവും പാരമ്പര്യത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ വേഗത്തിൽ വിജയിക്കാൻ പറ്റുമെന്നത് പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ആലിമിൻ്റെ മകന് വേഗത്തിൽ ആലിമാകാൻ കഴിയും. ഹാഫിദിൻ്റെ മകന് വേഗത്തിൽ ഹാഫിദാവാൻ കഴിയും. കൃഷിക്കാരൻ്റെ മകന് വേഗത്തിൽ കൃഷിക്കാരനാവാൻ കഴിയും. രാഷ്ട്രീയക്കാരൻ്റെ മകന് വേഗത്തിൽ രാഷ്ട്രീയക്കാരനാവാൻ കഴിയും. നേതാവിൻ്റെ മകന് വേഗത്തിൽ നേതാവാകാൻ കഴിയും. കച്ചവടക്കാരൻ്റെ മകന് വേഗത്തിൽ കച്ചവടക്കാരനാവാൻ കഴിയും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുകയില്ലെന്നല്ല, വളരെ പ്രയാസമായിരിക്കും എന്നതാണ്. കച്ചവടക്കാരൻ്റെ മകൻ ഹാഫിദാവൽ പ്രയാസമാണ്, ആയാൽ വളരെ നല്ലതാണ്. ഹാഫിദിൻ്റെ മകൻ, ആലിമിൻ്റെ മകൻ കച്ചവടക്കാരനാവൽ പ്രയാസമാണ്, ആകുന്നതിന് വിരോധമില്ല. അപ്പം അതുകൊണ്ട് ഏതൊരു കാര്യവും പാരമ്പര്യത്തിലേക്ക് ചേർക്കപ്പെടുന്നതിന് പത്തരമാറ്റുണ്ടായിരിക്കും, വേഗത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കച്ചവടത്തിലെ വിജയം ഇങ്ങനെ പാരമ്പര്യത്തിലേക്ക് ചേർത്തിക്കൊണ്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ഒരു കച്ചവട യാത്ര എന്ന നിലയിൽ തൻ്റെ മൂത്താപ്പയായ അബൂ ത്വാലിബിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ചരിത്രപ്രസിദ്ധമായ കച്ചവട യാത്ര ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനായിരുന്ന വറഖത്ത് ബിൻ നൗഫൽ മക്കയിൽ ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും അദ്ദേഹം ജനിച്ചിട്ടുണ്ടെന്നും ഒരിക്കൽ പറയുകയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ നബിയാകാൻ പറ്റിയ ആൾ ആരാണുള്ളത് എന്ന അന്വേഷണത്തിനൊടുവിൽ അത് അബ്ദുള്ളയുടെ മകൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന നിഗമനത്തിലെത്തിച്ചേരുകയും ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി തൻ്റെ കച്ചവട സംഘത്തിൽ പറഞ്ഞേക്കുകയും ചെയ്തതാണ് എന്ന് ചില ചരിത്ര ഗവേഷകന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി മൈസറത്ത് എന്നൊരടിമയെ കൂടി ഏർപ്പാട് ചെയ്തിരുന്നു. വഴി നീളെ യാത്രയിൽ എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അക്കാര്യം വീട്ടിൽ വന്ന് വിവരമറിയിക്കണമെന്നതായിരുന്നു മൈസറത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അങ്ങനെ മൈസറത്ത് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഖദീജ ബീവിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രസിദ്ധമായ കച്ചവട യാത്ര അതാണ്. ഈ കച്ചവട യാത്രയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം, സാധാരണഗതിയിൽ എല്ലാവരും ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിൽപ്പന നടത്താറുള്ളത്. ഒരാൾ ഒരു മൊബൈൽ വിൽക്കുകയാണെങ്കിൽ ആ മൊബൈലിൽ ഇത്ര റാമുണ്ട്, അതിന് ഇത്ര കപ്പാസിറ്റി ഉണ്ട്, ഇത്ര mAh ബാറ്ററി ബാക്കിംഗ് ഉണ്ട് തുടങ്ങി അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിൽപ്പന നടത്താറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവട സംഘത്തിൽ ചേർന്നപ്പോൾ ഏതെല്ലാം സാധനങ്ങൾ വിൽപ്പനക്കുണ്ടോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, മോശങ്ങൾ, കേടുകൾ എന്തെല്ലാമാണ് അത് പറഞ്ഞുകൊണ്ടായിരുന്നു കച്ചവടം നടത്തിയത് എന്നാണ്. അങ്ങനെ കച്ചവടം ചെയ്തിട്ടു തന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് കച്ചവട സംഘം എത്തിച്ചേരുന്നതിൻ്റെ മുമ്പായി സാധനങ്ങൾ വിറ്റുതീരുകയും അവിടെ നിന്ന് മക്കയിൽ ഇല്ലാത്ത കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുകയും ഇതേപോലെ വിൽപ്പന നടത്തി നാട്ടിലെത്തുമ്പോഴേക്ക്
അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വിറ്റുതീരുകയും ചെയ്യുകയും വർദ്ധിച്ച ലാഭം ലഭിക്കുകയും ചെയ്തു എന്നൊക്കെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട താരീഖിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടത്തെക്കുറിച്ച് ധാരാളം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതോപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കച്ചവടമാണെന്നാണ്. നല്ലത് കേടുവന്നാലാണ് പറ്റ കേടുര എന്നതിനാൽ മോശമായാൽ ഏറ്റവും മോശമാകുന്നതും കച്ചവടം തന്നെയായിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കേണ്ട ഒരു സാമ്പത്തിക ഇടപാടായി കച്ചവടത്തെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും. നിയ്യത്ത് നന്നാക്കിയാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തുമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. ഇങ്ങനെ സലഫുകൾ, താബിഉകൾ, ഖുലഫാഉർ റാഷിദുകൾ തുടങ്ങി എല്ലാവരും ചെയ്തിട്ടുള്ള പുണ്യമായ ഇബാദത്തായിട്ട് കച്ചവടത്തിനെ വിലയിരുത്താൻ വേണ്ടി പറ്റും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തുണി വ്യാപാരിയായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ആദ്യമായി കച്ചവടത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയും രാജ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതിനാൽ താങ്കൾ കച്ചവടത്തിന് പോകരുത് എന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ ബൈത്തുൽ മാലിൻ്റെ പൊതുഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനോട് സംസാരിച്ച് ജീവിക്കാൻ ആവശ്യമായ ചെറിയൊരു വരുമാനം ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം നിർത്തിയതുമെല്ലാം ചരിത്രപ്രസിദ്ധമായ കാര്യങ്ങളാണ്. സ്വഹാബത്തിനിടയിൽ കച്ചവടക്കാർ എന്ന പേരിൽ അറിയപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് മുഹാജിരീങ്ങളിൽപ്പെട്ട ഓരോ ആളുകളെ അൻസാരികളിൽപ്പെട്ട ഓരോ ആളുകളുടെ കൂട്ടുകാരാക്കുകയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ് ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോയത്. സഅദ് ബിൻ റബീ എന്ന അൻസാരിയായ സ്വഹാബി വര്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയും കൂട്ടി വീട്ടിലെത്തി ഭക്ഷണമെല്ലാം കഴിച്ച് സ്വസ്ഥമായതിനു ശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: സഹോദര, എനിക്ക് 2 മനോഹരമായ തോട്ടങ്ങളുണ്ട്. നാളെ നേരം പുലർന്നാൽ നീ എൻ്റെ 2 തോട്ടങ്ങളെയും ഒന്ന് നടന്നു കാണണം. അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ഏതാണോ ആ തോട്ടം ഞാൻ നിനക്ക് സ്വന്തമാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: എനിക്ക് നിങ്ങളുടെ തോട്ടം ആവശ്യമില്ല. എനിക്ക് വേണ്ടത് അങ്ങാടിയിൽ കച്ചവടം കിട്ടുന്ന ഒരു സ്ഥലം കാണിച്ചു തരലാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കച്ചവടമുള്ള ഒരു അങ്ങാടി കാണിച്ചു തരലാണ് എന്ന് പറയുകയും സഅദ് ബിൻ റബീ റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കുകയും പിറ്റേ ദിവസം അദ്ദേഹത്തിന് നന്നായി കച്ചവടം ലഭിക്കുന്ന ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പൈസ കൊണ്ട് എന്തോ ഒരു സാധനം വാങ്ങി കച്ചവടത്തിനിരുന്നു. അത് വിൽപ്പന നടന്നു, അതിൽ ലാഭം ലഭിച്ചു. ആ ലാഭം കൊണ്ട് മറ്റൊരു സാധനം വാങ്ങി, അത് വിറ്റു, ലാഭമുണ്ടായി. ആ ലാഭവും കൂട്ടി മറ്റൊരു സാധനം വാങ്ങി. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ജീവിച്ചിരുന്ന തൻ്റെ 9 ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ നബിതങ്ങൾക്ക് ശേഷമുള്ള എല്ലാ ചെലവുകളും വഹിച്ചിരുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് 2 കൈകളും വീശി നടന്നു വന്ന സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രശസ്തനായ കച്ചവടക്കാരനായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സ്വഹാബത്തിൽ ധാരാളം കച്ചവടക്കാരുണ്ടായിട്ടുണ്ട്. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും നബിതങ്ങൾ കച്ചവടം ചെയ്തത് മുത്തുനബിയുടെ കച്ചവട ജീവിതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു അധ്യായമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് മുതലാളി പീഡിപ്പിക്കുന്നത് കണ്ട നബിതങ്ങൾ പള്ളിയിൽ വന്ന് ബിലാലിനെ വാങ്ങണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ സഹാബത്ത് അതിന് തയ്യാറാവുകയും എല്ലാവരും ചേർന്ന് അതിനെ വാങ്ങുകയും പ്രധാനമായും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തു എന്ന് താരീഖിൽ കാണും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. മഹാനവറുകൾ മദീനയിൽ ഒരു ജൂതൻ്റെ ഈത്തപ്പനത്തോട്ടത്തിലെ അടിമയായിട്ടാണ് എത്തിച്ചേരുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിനാൽ യജമാനന് തൃപ്തിയില്ലാതെയായി. അദ്ദേഹം പ്രയാസകരമായ ജോലികൾ നൽകി. സൽമാന് പള്ളിയിൽ വരാനൊന്നും അത്ര അവസരം കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഒരിക്കൽ നബി തങ്ങളോട് വന്നു പറഞ്ഞു:
എനിക്കൊന്ന് അടിമത്വമോചനം ലഭിച്ചാൽ നന്നായിരുന്നു. മുത്തുനബിയും സഹാബത്തും സൽമാനുൽ ഫാരിസിയുടെ യജമാനനായ ജൂതൻ്റെ വീട്ടിൽ ചെന്നു വില പറഞ്ഞു. ഒരു കൃഷിസ്ഥലം കാണിച്ചു കൊടുത്ത് ആ കൃഷിസ്ഥലത്ത് 300 ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിച്ച് അവകളെ വളർത്തി വലുതാക്കി 300-ൽ നിന്നും ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാകും എന്നതായിരുന്നു നിശ്ചയിക്കപ്പെട്ട വില. സ്വഹാബത്ത് എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സ്പോൺസർ ചെയ്തു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാനുൽ ഫാരിസിയോട് ഈത്തപ്പന മരങ്ങൾക്ക് കുഴിയെടുക്കാൻ പറഞ്ഞു. നബി തങ്ങൾ നേരിട്ട് ഹാജരായി ബിസ്മി ചൊല്ലി ഓരോ കുഴിയിലും തൈ നട്ടു. ആ തൈകൾ അതിവേഗത്തിൽ വലുതായി. അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി മോചിതനാക്കി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കച്ചവട ജീവിതം എന്നത് ഇസ്ലാമിക പഠനത്തിലെ, ഇസ്ലാമിക അധ്യാപനങ്ങളിലെ വളരെ ആഴത്തിൽ പഠിക്കപ്പെടേണ്ട ഒരു അധ്യായമാണ്. ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നത്. നന്നായി ചെയ്താൽ പരിശുദ്ധമായ ശരീഅത്തിൽ ഇത്ര നല്ല ഒരു വരുമാന മാർഗം വേറെയില്ല. അതേസമയത്ത് ഏറ്റവും നല്ലതാണ് ഏറ്റവും കേടുവരിക. കേടുവന്നാൽ ഇത്ര കേടുവരാവുന്ന, മുതലിനെ നശിപ്പിക്കുന്ന, മക്കളെ നശിപ്പിക്കുന്ന, സമ്പത്തിനെ നശിപ്പിക്കുന്ന മറ്റൊരു കാര്യം വേറെയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുൽ ചെയ്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്ന നിയ്യത്തോടുകൂടി കച്ചവടക്കാർ ആ രംഗത്ത് ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ദ്യോതിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ബറക്കത്തുള്ള ഹലാലായ തയ്യിബായ വരുമാനങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. കടങ്ങളെ വീട്ടി അവൻ നമ്മളെ സലാമത്താക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.